ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെറിയൊരു പാർട്ടി വ്ളോഗായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഞാൻ റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ നമ്മളെ പുഡിങ്ങിൻ്റെ റെസിപ്പിയും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അധികം നിങ്ങൾക്ക് എല്ലാവർക്കും പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതിൽ മെയിൻ നമ്മളെ പുഡിങ്ങിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു അല്ലറ ചില്ലറ റെസിപ്പീസ് എല്ലാം മെയിനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാവുമായിരിക്കും. അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻറ്റും കൂടി അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗ് കണ്ടേക്കാം. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ പുതിയൊരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാരാന്ന് എന്താണെന്നല്ല ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇത് അന്നത്തെ ദിവസം വൈകുന്നേരമാണ് കേട്ടോ ഇത്. അപ്പോൾ വൈകുന്നേരം നമ്മൾ തലേന്ന് ഇങ്ങനത്തെ കുറച്ച് സ്നാക്സിൻ്റെ പണ്ടവും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ മുട്ടേൻ്റെ ആ ഒരു പണ്ടം, പിന്നെ ചിക്കൻ്റെ മസാല ആക്കിയത്, അങ്ങനെ ആ ഒരു 2 ടൈപ്പ് പണ്ടെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പണ്ടാക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഇതിനെ കൊണ്ട് കുറേ വെറൈറ്റി സ്നാക്സ് എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ പിള്ളേരും എല്ലാവരും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഈസി അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കുറച്ച് സ്നാക്സിൻ്റെ ഈ ഒരു 2 ടൈപ്പ് പണ്ടെല്ലാം അങ്ങനെ ആക്കി വെച്ചതാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ബോക്സിലേക്ക് മാറ്റി എല്ലാം ഇനി ഫ്രീസറിലേക്ക് വെക്കലാണ് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ തലേ ദിവസം നമ്മളിങ്ങനെയെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ വെറുതെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതിനെ കാര്യമായിട്ട് ഇതിൽ കാണിച്ചിട്ടില്ല, കാരണം നമ്മൾ നോർമൽ ഇറച്ചിപ്പണ്ടെല്ലാം ആക്കുന്നില്ലേ തന്നെ സെയിം. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കി. അപ്പോൾ ചിക്കൻ റോള്, പിന്നെ ബ്രെഡിൽ, അങ്ങനെയെല്ലാം കുറേ ഈ ഒരു ഈ ഒരു പണ്ടത്തിൽ തന്നെ നമുക്ക് ഒരുപാട് സ്നാക്സ് എല്ലാം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് അതെല്ലാം ഒന്ന് ബോക്സിലേക്ക് ഇട്ട് എല്ലാം കുറച്ചായിട്ട് ബോക്സിലെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുഡിങ്ങും കൂടി തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ പുഡിങ് നമ്മൾ രാത്രിയിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈസി അല്ലേ. അതായത് ആ ഒരു പണിയും അങ്ങ് കഴിഞ്ഞ് പിന്നെ തലേന്നെല്ലാം ആക്കി വെച്ചാലാണ് പിറ്റേന്ന് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് പുഡിങ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്, അത്യാവശ്യം നല്ല റിച്ച് ലുക്കെല്ലാം കിട്ടുന്നൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2.5 കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടല്ലോ, അപ്പോൾ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്താലും മതി. അപ്പോൾ രണ്ടും കൂടി ചേർത്താൽ കുറച്ച് ബാലൻസ് ആയില്ലേ. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്കിനി നമ്മളെ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മളെ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഒന്ന് ഇത് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പുഡിങ്ങെല്ലാം ചെയ്യുന്ന ടൈമിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം നമ്മൾ ഒന്നാക്കി അതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒന്നാക്കാൻ കഴിഞ്ഞാൽ പുഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആ ഒരു നമ്മളെ ഫ്ലെയിമെല്ലാം ഒന്ന് കുറക്കലും കൂട്ടലെല്ലാം ആയിട്ട് അവിടെ തന്നെ നമ്മൾ നിന്നിട്ട് തന്നെ ചെയ്യണം, എന്നാലാണ് ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലെല്ലാം നമുക്ക് കിട്ടൽ. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് പുഡിങ്ങെല്ലാം റെഡിയാക്കാം. അപ്പോൾ ഇത് നമ്മൾ നോർമൽ കസ്റ്റർഡിൻ്റെ ആ ഒരു മിക്സാണ് കേട്ടോ മെയിനായിട്ട് ഇത് വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കസ്റ്റർഡ് പൗഡറും നല്ല പോലെ പാലിലെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സ് നമ്മൾ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു മിക്സ് നേരെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കലാണ്.
ഇതിലേക്ക് ഞാൻ സാഫ്രോണും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കഴിക്കുമ്പം അതിൻ്റെ ആ ഒരു മണവും ആ ഒരു ഇതായിട്ട് നല്ലൊരു പാങ്ങാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മളെ കുങ്കുമപ്പൂവില്ലേ ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ പുഡിങ്ങെല്ലാം ആക്കുന്നതിൽ കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവൽ. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മളിത് മൊത്തത്തിലൊന്ന് ഇളക്കി വരുമ്പം തന്നെ ജസ്റ്റ് ആ ഒരു കളറിലൊന്ന് ചേഞ്ചായി വരും കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളർ ഒരു യെല്ലോ ഷെയ്ഡ് കളറെല്ലാം കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് തിളപ്പിച്ചെടുക്കലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു കസ്റ്റർഡിൻ്റെ ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിനെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും കേട്ടോ. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കസ്റ്റർഡിൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നിക്കിൽ വിസ്ക് വെച്ചിട്ടോ ഇല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു കസ്റ്റർഡിൻ്റെ ഈ ഒരു മിക്സും അങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആ ഒരു ചൂടെല്ലാം പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനിങ്ങനെ ജ്യൂസിലാണ് കേട്ടോ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡാക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ആക്കുകയും ചെയ്യാം. പക്ഷേ ഇതാണ് കുറച്ചും കൂടി നല്ലത്. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഒരു ക്രീമി ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാനും പറ്റും. നല്ല സുഖമാണ്. പിന്നെ കുറച്ച് അധികം ക്വാണ്ടിറ്റി വേണം തോന്നുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് അധികം തന്നെ വിപ്പിംഗ് ക്രീം പോകുന്ന പോലെയുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ പുഡിങ്ങിൻ്റെ ആ ഒരു ബേസ് നമ്മൾ ചെയ്യുന്നത് ഈ എലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അല്ല ബിസ്ക്കറ്റ് അല്ല, നമ്മൾ ഈ ഒരു കേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പുഡിങ് കഴിക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കേക്കൊന്നും ടൈം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വാനില കേക്കെല്ലാം ബേക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പക്ഷേ ഈ ഒരു എലൈറ്റിൻ്റെ ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് സിമ്പിളായിട്ടെല്ലാം വേഗം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു 2-3 പാക്കറ്റ് ഈ ഒരു കേക്കെല്ലാം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ഒരു കേക്കെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മിക്സും കൂടി മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും നമ്മൾ ഈ ഒരു കേക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഇതിൽ നട്ട്സ് സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ കാര്യമായിട്ടുള്ള നട്ട്സൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ആ ഒരു ആ ഒരു നട്ട്സിൻ്റെ ഒരു ഇതില്ലേ കടല മുട്ടായില്ലേ, അപ്പോൾ ആ ഒരു കടല കേക്കിൻ്റെ ആ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തത്. നമുക്ക് ആ ഒരു നിലക്കടല കാരമലൈസ് ചെയ്തെടുത്താലും മതി. പിന്നെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വേഗമാക്കണമെങ്കിൽ ഇങ്ങനത്തെ എല്ലാം കിട്ടിയാൽ നല്ല സുഖമാണ് കേട്ടോ. ഇത് അതിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഏത് പുഡിങ് ആക്കുമ്പോൾ ഞാൻ അധികം ഈ ഒരു കടല മിഠായി അതിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കലുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കുമ്പോൾ. ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരെല്ലാം ടേസ്റ്റ് കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ അതും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു തേർഡ് ലെയറും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെയിം നേരത്തെ ഒരു കസ്റ്റർഡിൻ്റെ മിക്സും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് നമ്മൾ നേരത്തെ അടിച്ചെടുത്ത ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇതിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഇങ്ങനെ ലൂസായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ആകുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പുഡിങ് എന്ന് പറഞ്ഞാൽ മെയിൻ നമ്മളൊരു ക്രീമി പുഡിങ് പോലെയാണ് കേട്ടോ ഉണ്ടാകൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മെയിൻ നമ്മൾ ഇതിൽ ചൈന ഗ്രാസ് ജലാറ്റിന് അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അധികം ആൾക്കൊന്നും നമ്മൾ ഈ ജലാറ്റിന് ചൈന ഗ്രാസ് അതിൻ്റെ ഒന്നും ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടാത്ത ആൾക്കെല്ലാം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം, പിസ്ത അതെല്ലാം ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാഫ്രോണും കൂടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനൊരു റിച്ച് ലുക്ക്. അപ്പോൾ വേറെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ എന്തെങ്കിലും
എന്താണ് മറ്റിലെ കടല അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഈ പുഡിങ്ങിൻ്റെ മുകളിൽ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതെല്ലാം ഓരോരാളെ എന്താണ് കലാവിരുത് പുഡിങ്ങിൻ്റെ മുകളിലും കേക്കിൻ്റെ മുകളിലെല്ലാം നമുക്കിങ്ങനെ ഡെക്കറേഷനെല്ലാം നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എന്താണ് ബദാം പിസ്ത അങ്ങനത്തെ സംഭവങ്ങൾ തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമില്ല എന്തെങ്കിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ടെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ വേറൊരു പുഡിങ് ട്രേയിലും ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 പുഡിങ് ആക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊരു കേക്ക് കുറച്ചധികം തന്നെ വേണം. അപ്പോൾ പിന്നെ കേക്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നമ്മളെ ബ്രെഡ് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ആക്കിയതാണ് കേട്ടോ. ഇത് ബ്രെഡ് വെച്ചിട്ടും കേൾക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉള്ളത്. ബ്രെഡ് വെച്ചിട്ട് സെയിം നമ്മൾ ഈ ഒരു ബാക്കി സംഭവങ്ങളെല്ലാം ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേപ്പ് ഉണ്ടായിന്, അപ്പോൾ അതെല്ലാം ഒന്ന് ഈ ഒരു ബ്ലാക്ക് ഗ്രേപ്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒരു ജ്യൂസെല്ലാം ആക്കിയിട്ട് കുടിക്കാൻ. അപ്പോൾ തലേന്ന് തന്നെ അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ പ്ലാനിങ്ങിൽ ഉണ്ടായതൊന്നുമല്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഏതായാലും ഇങ്ങനെ കുറച്ച് ഇതെല്ലാം ഉണ്ടായാലും അതെല്ലാം ഒന്ന് പുഴുങ്ങി എന്താണെന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് ജ്യൂസെല്ലാം ആക്കി കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഇത്. അപ്പം ആ ഒരു ദിവസം പിന്നെ വെറുതെ അവിടെ കണ്ടേരം ഞാൻ വിചാരിച്ചു ഇതും കൂടി ഒന്ന് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി എടുത്താൽ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് വെച്ചാലുണ്ടല്ലോ ആരെങ്കിലും വരുന്ന സമയത്ത് ഇതിൽ ഒരു 2-3 സ്കൂപ്പ് എടുത്തിട്ട് ഒന്ന് ജ്യൂസാക്കിയാൽ നല്ല അടിപൊളി ജ്യൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കലാണ്. അപ്പോൾ ഇത് തിളപ്പിച്ച് തണിഞ്ഞതിന് ശേഷം ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ഗ്രേപ്പ് ജ്യൂസെല്ലാം ഉണ്ടാക്കാം. അപ്പോൾ അതെല്ലാം അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ രാത്രിയായി ഉറങ്ങി പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ബാക്കിയുള്ള വീഡിയോസെല്ലാം എടുത്തിട്ടുള്ളത്. ഇനിയിപ്പം രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോൾ മെയിൻ പറയുന്ന പോലെ രാവിലെ ഒന്ന് മുറ്റത്തെല്ലാം ഇറങ്ങി ഒന്ന് റിലാക്സായി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ രാവിലത്തെ ചായ കുടി കത്തൽ മീൻസ് നമ്മളെ നാസ്തയ്ക്കൽ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയ ടൈമിലാണ് കേട്ടോ പിന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ നൂഡിൽസാണ് കേട്ടോ ആക്കിയത്. അപ്പോൾ നൂഡിൽസ് ആക്കാൻ വേണ്ടിക്ക് അതിൻ്റെ സംഭവങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നമ്മളെ ആ ഒരു എമിറേറ്റ്സ് മക്രോണി ഉണ്ടല്ലോ അപ്പോൾ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റ് തന്നെ കിട്ടുന്നില്ലേ കുറച്ച് കട്ടിയില്ലേ അതായാലും മതി. അപ്പോൾ ഇത് മുമ്പ് ഞാനൊരു ആക്കിയോണ്ട് തന്നെ കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്ത് പാനല്ല നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു മാക്രോണി എമിറേറ്റ്സിൻ്റെ ആ ഒരു നൂഡിൽസ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് നല്ലോണം തന്നെ ഇട്ട് കൊടുക്കുക. കാരണം ഇത് അത്യാവശ്യം നല്ലോണം വെള്ളത്തിൽ തന്നെ ഇത് വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് മെയിൻ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇതിൽ ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു നൂഡിൽസ് ആ ഒരു നീളത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ നല്ലൊരു പാങ്ങല്ലേ. നൂഡിൽസ് എന്ന് പറയുമ്പോൾ അവർക്കെല്ലാം എപ്പോഴും ഇങ്ങനെ ആ ഒരു ഒരു നൂല് പോലെ കിട്ടുമ്പം നല്ലൊരു രസമല്ലേ കഴിക്കാൻ. അപ്പോൾ അതെല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു രസം പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ. കാര്യം ഇതിങ്ങനെ നീളത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ ഇളക്കാനും ആക്കാനും ഭയങ്കര പണിയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് കട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓരോരാൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു നൂഡിൽസെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളക്കുമ്പം ചൂടാകുമ്പം തന്നെ അതെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് അങ്ങനെ പോയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഇട്ടുകൊടുത്ത് ഉപ്പെല്ലാം ഒന്ന് റെഡിയാക്കി എല്ലാം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം തന്നെ ഇത് നല്ലപോലെ കുക്കായി വന്നോളും. നമ്മളെ നൂഡിൽസ് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓവറായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. കാരണം ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. നമ്മൾ ആ ഒരു മക്രോണിയെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നില്ല, ആ ഒരു ടെക്സ്ചറിലൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ആ ഒരു പച്ചവെള്ളം ഉണ്ടല്ലോ അപ്പോൾ നോർമൽ ആ ഒരു വാട്ടറും കൂടി ഇതിൻ്റെ മുകളിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ആ ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിങ്ങനെ കട്ടയായി പോകും കേട്ടോ. പിന്നെ നമ്മളിത്
എന്താണ് ബോയിൽ ചെയ്തെടുക്കുന്ന ടൈമിൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ലാസ്റ്റ് സ്ട്രെയിനറിലേക്ക് മാറ്റുന്ന ടൈമിൽ നല്ല പോലെ ഒന്ന് വെള്ളം ഒഴിച്ച് മൊത്തത്തിലൊന്ന് റെഡിയാക്കി വെച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് വേണ്ടിയില്ലേ ക്യാരറ്റ്, കാബേജ്, ക്യാപ്സിക്കം ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം വേണമല്ലോ. എന്ത് ടൈപ്പ് വെജിറ്റബിൾ ഇടാട്ടോ, വേണമെങ്കിൽ നമ്മളെ ബീൻസ് പയറിലുണ്ട് അതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാവും. പ്രത്യേകിച്ച് നൂഡിൽസ് എല്ലാം എല്ലാ മക്കൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇങ്ങനത്തെ വെജീസ് എല്ലാം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നല്ല സുഖമാണ്. കുറച്ച് വെജീസ് എല്ലാം അവരെ വയറ്റിലെത്തണമെങ്കിൽ ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് പാർട്ടികളിലെല്ലാം നല്ല സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റം കൂടിയാണ് ഈ നൂഡിൽസ്. ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ ഇങ്ങോട്ടെല്ലാം എന്ത് സൽക്കാരം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിൽ നൂഡിൽസ് ഇങ്ങനത്തെ എല്ലാം കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാവും കേട്ടോ. നമ്മൾ നോർമലി ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെ കുറേ ഐറ്റംസ് ഇല്ല. അതെല്ലാം സൽക്കാരത്തിലും എല്ലാം ഉണ്ടാക്കലുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് അതെല്ലാം ഒന്ന് നീളത്തിൽ തന്നെ കട്ടാക്കി എടുക്കാം കേട്ടോ. കാരണം നൂഡിൽസിൽ മെയിനായിട്ട് നമ്മളിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലാണ് നല്ല കാണാനും കഴിക്കാനും നല്ലൊരു പാങ്ങുണ്ടാവല്. അപ്പോൾ ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒന്ന് നീളത്തിൽ കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ വെജീസെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കനും കൂടി വേണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാനങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒന്നുമില്ല, സിമ്പിളാണ്. നമ്മളെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചെറിയൊരു ഹാഫ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ മെയിൻ നമ്മൾ കോൺഫ്ലവറും കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് ആ ഒരു കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക്. അപ്പോൾ ഇതാ ഞാൻ അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഇങ്ങനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കാരണം നമ്മളെ നൂഡിൽസ് ആയതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ നീളത്തിൽ കട്ടാക്കി എടുക്കുന്നത് തന്നെയാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. നമ്മൾ നൂഡിൽസിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നൂഡിൽസ് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മളെ നൂഡിൽസും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് ആക്കുന്ന ടൈമിലുണ്ടല്ലോ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഒന്ന് ആ ഒരു പച്ചമണലൊന്ന് ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 പീസ് ഉള്ളിയും കൂടി ഞാനിങ്ങനെ നീളത്തിൽ തന്നെ ഒന്ന് കട്ടാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ കട്ടാക്കി എടുത്ത ആ ഒരു ക്യാരറ്റ്, കാബേജ്, ക്യാപ്സിക്കം അതെല്ലാം അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. പിന്നെ ഇങ്ങനത്തെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു വെജിറ്റബിളെല്ലാം ചേർത്ത് കൊടുക്കുന്ന ടൈമിലുണ്ടല്ലോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടെ. കാരണം ഇതങ്ങനെ ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തത്തിലൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു നൂഡിൽസ് എല്ലാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പെല്ലാം നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ഇതിൽ നമ്മൾ സോയ സോസെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പില്ലതല്ലേ സോയ സോസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പെല്ലാം ആവശ്യത്തിന് നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി ഇതിൻ്റെ ആ ഒരു റോസ്മെല്ലൊന്ന് പോയി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതാ ഇതിലേക്ക് നമ്മൾ സോസെല്ലാം ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇതാ ഞാൻ സോയ സോസ് ഒരു 1.5 ടേബിൾ സ്പൂണിലധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സോയ സോസ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചില്ലി സോസ്, അപ്പോൾ അതും നമ്മൾ എരിവിൻ്റെ ആ ഒരു ഇതെല്ലാം നോക്കിയിട്ട് ചേർത്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതും 1 ടീസ്പൂണോളം ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിൻ നമ്മൾ ഒരു 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കാം.
ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് ആ ഒരു സോസിലെല്ലാം മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്ഗിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതിൽ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് മിക്സാക്കി മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ടുള്ള നമ്മൾ ആ ഒരു നൂഡിൽസ് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം കേട്ടോ. അതിന് ശേഷം ഇത് മൊത്തത്തിലൊന്ന് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് മെയിനായിട്ടുള്ളൊരു ടാസ്ക്. കാരണം ഇങ്ങനത്തെ നല്ല വീതിയിലെ പാത്രമില്ലാണെങ്കിൽ നമുക്ക് നല്ല പോലെ മിക്സാക്കി എടുക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. ഒന്നാമത് ഇത് ഇങ്ങനെ കുടുങ്ങിയ പോലെയല്ലേ ഇതില്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം മിക്സ് ചെയ്തെടുക്കാൻ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് എന്താണ് രണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ ആ ഒരു മസാലയിൽ നല്ല പോലെ അത് മിക്സായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് മൊത്തത്തിൽ നല്ല പോലെ മിക്സായി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ഒരു നൂഡിൽസ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും സൽക്കാരമെല്ലാം വരുന്ന ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വെറൈറ്റി എല്ലാം ആക്കുമ്പം അതിൻ്റെ ഒരുമിച്ചെല്ലാം ഇതെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. കാണാനും നല്ല ലുക്കാണ്, ആ ഒരു കളർഫുള്ളായിട്ട് കാണുകയും ചെയ്യും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു നൂഡിൽസും അങ്ങനെ റെഡിയായി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പം തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവറെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു സോസെല്ലാം മൊത്തത്തിലൊന്ന് ഇറങ്ങി നല്ല റെഡിയായി കിട്ടും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ ചില്ലി ചിക്കനും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് നമ്മളെ ആ ഒരു വെളുത്ത എള്ളുണ്ടല്ലോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഹണി ചിക്കൻ്റെ എല്ലാം ആ ഒരു കോലത്തിലെത്തിയിട്ടുണ്ടായിന്. അപ്പം അതും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ഒന്ന് റെസിപ്പി ഞാൻ മുമ്പ് വേറെ ഏതോ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ കാണിക്കായിന്. അപ്പോൾ ഇതാ എൻ്റെ കുക്കിംഗ് പണികളെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന ഐറ്റംസ് ഞാൻ ആക്കുമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയെല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ റൂമിലേക്ക് വരുമ്പോഴത്തേക്ക് ഫാത്തിമ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ ഓളൊന്ന് റെഡിയാക്കി നേരെ കിച്ചണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബിരിയാണിയെല്ലാം ദം ചെയ്തിടാനായിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ആ ഒരു ഭാഗമൊന്നും ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല. എല്ലാം സെറ്റായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഹംദാനും ആയിഷയും ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇന്ന് വരുന്ന ആരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇത് വരുന്നത് എൻ്റെ അമ്മായിയാണ് കേട്ടോ. വരുന്ന അമ്മായി എന്ന് പറയുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് ആൾ. അപ്പോൾ അവർക്കിപ്പം ഫാത്തിമ ബേബിനെ പോലെ തന്നെ ഒരു ബോയ് ബേബിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ഫാമിലിയിലേക്ക്. അപ്പം ഏകദേശം നമ്മൾ രണ്ടാളും ഒരേ ടൈമിലാണ് കേട്ടോ നമ്മൾ ഡെലിവറി ഉണ്ടായത്. ഒരു 2-3 ആഴ്ചൻ്റെ ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടാളും. അപ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഉപ്പാൻ്റെ വീട്ടിലേക്ക് വരൂലേ, അപ്പോൾ അങ്ങനെ അവർ ഇന്ന് വരുന്നതാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മളെ ഫാമിലിയിൽ അങ്ങനെ അൽഹംദുലില്ലാഹ് ഒരാളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ബിരിയാണി അതെല്ലാം ഒന്ന് ദം ചെയ്തെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബിരിയാണി ഇങ്ങനെ ദം ചെയ്തിട്ടിട്ട് കാണാൻ നല്ലൊരു പാങ്ങാണ്. ആ ഒരു മൊത്തത്തിൽ കളർഫുള്ളായിട്ട് ആ ഒരു ഉള്ളിയും ഇതെല്ലാം വരുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മളെ പുഡിങ്ങും നല്ല പോലെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് തലേന്ന് രാത്രി വെച്ചേ പിന്നെ ഞാനത് തൊട്ടിട്ടേ ഉണ്ടായിട്ടില്ല കേട്ടോ. അതായത് ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നമ്മളെ മക്കൾസിൻ്റെ അടുക്ക് ഇങ്ങനത്തെ എല്ലാം ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവരടുക്ക് പിന്നെ ഇതൊന്നും ഞാൻ പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കും അത് അപ്പം തന്നെ വേണ്ടിയതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ആ ഒരു ടൈമിൽ തന്നെ അവരെല്ലാവരും വന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ മാഷാഅല്ലാ നമ്മളെ പുതിയൊരാളും കൂടി നമ്മളെ ഫാമിലിയിലെത്തിയത്. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ അവനെ കാണുന്നത്. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അങ്ങനെ കാണാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ അങ്ങനെ രണ്ടാളെയും നമ്മളുടെ കിടത്തി. രണ്ടാളും ഇപ്പോൾ ഒന്നും അറിയില്ലല്ലോ, രണ്ടാളും ചെറുതായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അവരെല്ലാമായിട്ട് കുറേ വർത്താനം പറഞ്ഞ് കുറേ ടൈം അങ്ങനെ കുറേ സമയം അങ്ങനെ പോയി. പിന്നെ ഫുഡ് കഴിക്കലാണ് കേട്ടോ മെയിൻ. നമ്മൾ അതിൻ്റെ ഇടയിലായിട്ട് അവർക്ക് ജ്യൂസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ഞാൻ പിന്നെ അങ്ങനെ ഓവറായിട്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
നമുക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഒരു ഇതുണ്ടാവില്ല. പിന്നെ അവരിങ്ങനെ സ്നാക്സും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെന്താ ഇനിയിപ്പം നെക്സ്റ്റ് നമ്മളെ ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമിലൊന്നും ഫുഡൊന്നും ഞാൻ സെർവ് ചെയ്തിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ട് ആ ഒരു ടൈമിൽ ഞാൻ നല്ല ബിസി ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇത് ലാസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാനായ ആ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്നെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ ഇത്. നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇടയുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ കുറേ നാളുകൾക്ക് ശേഷം കണ്ടുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഭയങ്കര സ്നേഹപ്രകടനമാണ് കേട്ടോ എല്ലാവരും കൂടി. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പുഡിങ്ങെല്ലാം കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുഡിങ്. ശരിക്കും പറഞ്ഞാൽ പുഡിങ് പെട്ടെന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു സത്യം പറയാമല്ലോ. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ആ ഒരു കേക്കും ആ ഒരു ക്രീമും ഇതെല്ലാം വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഈ ഒരു പുഡിങ് എന്തായാലും എന്തെങ്കിലും വിരുന്നോ സൽക്കാരെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കിക്കോ. നല്ല ടേസ്റ്റും ഉണ്ട്, നമുക്ക് ഉണ്ടാക്കാനും സിമ്പിളല്ലേ. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ്ങെല്ലാം ലാസ്റ്റ് ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത്. ബാക്കി പിന്നെ എല്ലാവർക്കും അങ്ങനെ കൊടുത്ത് പിന്നെ മക്കൾസും ഉണ്ടല്ലോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ഫൈനലി നമ്മൾ പുഡിങ്ങും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.